ഈ വരുന്ന എത്രയാ 20 ദിവസം 25 ദിവസം കൊണ്ട് എങ്ങനെ പണി പൂർത്തിയാക്കാനാണ്? ഇത്രയും നാൾ ഇഴഞ്ഞു നീങ്ങിയിട്ട് ഇപ്പോൾ ഈ മഴ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പോവുകയാണോ? ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത്? ഇതിനകത്ത് വാസ്തവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് സിറ്റിയുടെ പണി തുടങ്ങിയിട്ട് ആദ്യത്തെ കോൺട്രാക്ടർ ഡിലേ വരുത്തിയപ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു കോൺട്രാക്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് ദ്രുതഗതിയിൽ തന്നെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. രാവും പകലും പണി നടക്കുന്നുണ്ട്. PW മിനിസ്റ്റർ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ഇൻസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പണി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ പോലീസ് ക്ലബ്ബ് കഴിഞ്ഞ് ട്രിവാൻഡ്രം ക്ലബ്ബ് കഴിഞ്ഞ് ശ്രീമൂലം ക്ലബിന്റെ അവിടെ ഒരു ഇച്ചിരി ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത്. ബാക്കി അങ്ങേറ്റം കോട്ടൺ സ്കൂൾ വരെയുള്ള റോഡ് ഏകദേശം 2-3 ദിവസത്തിനകത്ത് വെച്ച് ഓക്കെ ആവുന്നതാണ്. ഇന്ന് ഞാനിപ്പോ ബൈക്കിൽ അവിടെ വരെ. ഡോക്ടർ ബി ജയരാജ്, ദീപ്തിയെ പറ്റിക്കണ്ട. കാരണം ദീപ്തി മിക്ക ആഴ്ചയും തലസ്ഥാനത്ത് വരുന്നയാളാണ് കൊച്ചിയിൽ നിന്ന്. ദീപ്തി നേരിട്ട് കണ്ടിട്ടുള്ള കാര്യമാണല്ലോ. താങ്കൾ ഇന്ദിരാഭവനിൽ വരുന്നതാണല്ലോ പല ദിവസങ്ങളിലും. ജയരാജ് പറഞ്ഞതിനോട് താങ്കൾക്ക് വിശ്വാസം തോന്നുന്നുണ്ടോ ഈ 15-ാം തീയതി ആകുമ്പോഴേക്ക് റോഡെല്ലാം തുറന്നു കൊടുക്കുമെന്ന്? അല്ല, ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ മാർച്ച് മാസത്തിൽ ഇത് തീർക്കുമെന്ന് പറഞ്ഞതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, മാർച്ച് മാസത്തിനുള്ളിൽ തീർക്കും. എന്നിട്ട് എന്തായി? ഞാൻ ചോദിക്കുന്നത്, ഒരു നഗരം സ്മാർട്ട് സിറ്റി ആക്കുന്നത് അതിന് പൂർണ്ണമായിട്ടും പ്രതിപക്ഷമായാലും മറ്റുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പിന്തുണയ്ക്കണം. നഗരം പുരോഗമിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരുന്ന കെടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്ങനെയാണ് ഈ പറയുന്ന 10-15 ദിവസത്തിനുള്ളിൽ തീരുന്നത്? ഇപ്പൊ ഈ വെള്ളക്കെട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. വെള്ളക്കെട്ട് തുടങ്ങി മഴ തുടങ്ങി കഴിയുമ്പോൾ കുറച്ച് തൂമ്പായും കാര്യങ്ങളുമായി വന്നിട്ട് വൃത്തിയാക്കാൻ നോക്കുകയാണ്. എങ്ങനെയാണ്? ഞാൻ പറയുന്ന വലിയ നീരൊഴുക്കാവുള്ള തോടുകളിലൂടെ ഒരിക്കലും മനുഷ്യർക്ക് ഇറങ്ങി അവിടെ വൃത്തിയാക്കാൻ കഴിയില്ല. അതിന് നല്ല എക്യുപ്മെന്റ്സ് വേണം. എന്തുകൊണ്ടാണ് അത്തരം എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് ശരിയായ രീതിയിലുള്ള ചെളി വാരൽ നടത്തുവാൻ ഈ നഗരസഭകൾക്ക് കഴിയാതെ പോകുന്നത്? അതിന് ഉള്ള ഫണ്ടുകൾ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ CSMLന്റെ ഫണ്ട് എടുത്തിട്ടാണ് ഈ നമ്മളുടെ ഈ പറയുന്ന ഈ റോബോട്ട്, ഈ ചെളി വാരുന്ന ഈ യന്ത്രം വന്ന് വാങ്ങിച്ചതെന്നാണ് വഞ്ചിട്ടുള്ളത്. CSMLന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ എവിടെയാണെന്ന് അറിയില്ല. അത് ആദ്യം ഒരു ഡെമോയ്ക്ക് വേണ്ടി ഒരു സാധനം കൊണ്ട് കൊടുക്കുന്നു, പിന്നീട് അത് പോകുന്നു, പിന്നീട് വാങ്ങിക്കുന്നു, പുതിയൊരു ഇൻസ്ട്രുമെന്റ് വരുന്നു, പിന്നീട് അത് എവിടെ പോയി എന്നറിയുന്നില്ല. ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ അത് നന്നാക്കാൻ കൊടുത്തു എന്ന് പറയുന്നു. അത് പറയുന്നത് ഏത് മാസമാണെന്ന് മനസ്സിലാക്കണം. മെയ് മാസം, ഇന്ന് 23-ാം തീയതി കഴിയുമ്പോൾ പറയുകയാണ് ഇത് ഇല്ല എന്ന് പറയുകയാണ്. എങ്ങനെയാണ് നഗരത്തിൽ ശരിയായ രീതി? ഇപ്പൊ മേയർക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ മേയർ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്, റോബോട്ട് എവിടെ പോയി, ഇതൊക്കെ പറയേണ്ട ആളാണ്. പക്ഷേ മേയർ എപ്പോഴും തിരക്കാണ്. മേയർ ഈ വെള്ളപ്പൊക്കമായതിനു ശേഷം അദ്ദേഹത്തിന് ശരിയാണ് ഈ ഓരോരോ സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. പക്ഷേ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കാമല്ലോ. അതിനെന്താണ് ഇത്ര അമാന്തം എന്നുള്ളതാണ്. എന്ത് കാര്യത്തിന് എവിടെ പോകുന്നു എന്നാണ് പറയുന്നത് മഞ്ജുഷ്? മേയർ എവിടെ പോകുന്നു എന്നാണ് പറയുന്നത്? ഞങ്ങൾ ആരും ഇവിടെ കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ മഴ വരുമ്പോൾ മാത്രം മേയർക്ക് തിരക്ക് എന്ന് പറഞ്ഞാൽ മഴയ്ക്ക് മുമ്പാണ് മേയർക്ക് തിരക്ക് വരേണ്ടത്. മേയർ അന്വേഷിച്ചോ എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം നടത്താത്തതെന്ന്? ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പറയാം 50% കഴിഞ്ഞു, 70% കഴിഞ്ഞു, 90% കഴിഞ്ഞു എന്നാ പറയുന്നത്. ഇവിടെ തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പോളപ്പായൽ നീക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നിസ്സാരമായ കാര്യമല്ലേ? അതവരൊക്കെ പറയുന്ന കേട്ടാ തോന്നുന്നു എന്തോ പ്രളയം വന്ന പോലെ, 2018 പ്രളയം വന്ന പോലെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. ഇതുപോലുള്ള മഴയൊക്കെ അപ്രതീക്ഷിതമായി കേരളത്തിൽ എല്ലാ വരുന്നതല്ലേ? അപ്പോൾ അതുപോലെ ഒരു മഴ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മഴക്കാലപൂർവ്വ പ്രവർത്തനം ശരിയായി ചെയ്യാത്തത് എന്നുള്ളതിനെ ഇവരാരും അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ കൊച്ചി നഗരസഭയുടെ മേയർ, താങ്കൾ പറഞ്ഞു അദ്ദേഹം ടെലിഫോൺ ലൈനിൽ വരും എന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം വരാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവിടെ ഒരു പ്രവർത്തനവും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുള്ളത്. മഴ വരുമ്പോൾ ഞാൻ തിരക്കിലാണ്, ഞാൻ മഴയത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കാര്യമില്ല. മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് എന്തുകൊണ്ടാണ് നഗരസഭകൾക്ക് കൃത്യമായി ചെയ്യാത്ത നഗരസഭകൾക്ക് നിർദ്ദേശം കൊടുത്ത് ചെയ്യിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? മേയർ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് KSRTC ബസ് തടയാനാ പോകുന്നത്. ഇപ്പോഴും SFIക്കാരിയാണെന്നാണ് വിചാരം. അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം.
അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തുണ്ടായ ഈ വെള്ളക്കെട്ട്? സ്മാർട്ട് സിറ്റിയുടെ പണി കഴിഞ്ഞ മാർച്ചിൽ തീർക്കുമെന്നായിരുന്നല്ലോ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. അവിടെ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു. അവിടെ ഈ മഴ വരുമെന്ന് അറിഞ്ഞിട്ടും ഒരു കാന, ഞാൻ ചോദിക്കുന്നത്, ചെറു കാനകൾ പോലും കോരാൻ എന്തുകൊണ്ടാണ് ഒരു നഗരസഭ മടിക്കുന്നത്? വളരെ പരാജയമാണ് ദീപ്തി. ശരിയാണ്, പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. കൊച്ചിയേക്കാൾ ഗുരുതരമാണ് തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ സ്ഥിതി. ഞാൻ നേരിട്ട് കാണുന്നതാണ് ഓരോ ദിവസവും. 8 റോഡുകളാണ് പൊളിച്ചിട്ടിരിക്കുന്നത്. എന്നാണ് ഈ പണി പൂർത്തിയാക്കുന്നത് എന്ന് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ജൂൺ 15 എല്ലാ റോഡുകളും തുറക്കുമെന്ന്. അവിടെ പോയി നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി എന്താണെന്ന്. എന്നിട്ട് വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ് ജൂൺ 15 ഞങ്ങൾ എല്ലാ റോഡും തുറക്കാൻ പോവുകയാണെന്ന്. ഈ റോഡുകളുടെ സമീപത്ത് സ്കൂളുകൾ ധാരാളമായി ഉള്ളതാണ്. ഇനി ജൂൺ 3 കൂടി ആവുമ്പോൾ, സ്കൂൾ തുറക്കുന്ന ദിവസം കൂടി ആവുമ്പോൾ എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് തലസ്ഥാനത്ത്. കൊച്ചി നഗരത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ നഗരം മുങ്ങുന്നു എന്നതുപോലെ തന്നെ ഇവിടെ ചെളി നിറഞ്ഞ് ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ.